ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 1-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദെബീരിൻ്റെ പഴയ പേര്. ഉത്തരം കിരിയാത്ത് സേഫർ. രണ്ടാമത്തെ ചോദ്യം, കിരിയാത്ത് സേഫർ പിടിച്ചടക്കുന്നവന് എന്ത് പ്രതിഫലം നൽകാമെന്നാണ് കാലേബ് പറഞ്ഞത്? ഉത്തരം മകൾ അക്സായെ. മൂന്നാമത്തെ ചോദ്യം, കാലേബിൻ്റെ ഇളയ സഹോദരൻ്റെ പേര്. ഉത്തരം കെനാസ്. നാലാമത്തെ ചോദ്യം, കെനാസിൻ്റെ പുത്രൻ്റെ പേര്. ഉത്തരം ഒത്നിയേൽ. അഞ്ചാമത്തെ ചോദ്യം, ദെബീർ പിടിച്ചടക്കിയതാര്? ഉത്തരം ഒത്നിയേൽ. ആറാമത്തെ ചോദ്യം, ഒത്നിയേൽ അക്സായോട് ആവശ്യപ്പെട്ടതെന്ത്? ഉത്തരം പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ. ഏഴാമത്തെ ചോദ്യം, അക്സ കഴുതപ്പുറത്തു നിന്നിറങ്ങവേ കാലേബ് അവളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ത്? ഉത്തരം നീ എന്താണ് ആഗ്രഹിക്കുന്നത്? എട്ടാമത്തെ ചോദ്യം, കേന്യൻ്റെ മരുമകൻ്റെ പേര്. ഉത്തരം മോശ. ഒൻപതാമത്തെ ചോദ്യം, യൂദാ ഗോത്രക്കാരോട് കൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാധന സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയതാര്? ഉത്തരം കേന്യൻ്റെ പിൻഗാമികൾ. പത്താമത്തെ ചോദ്യം, നെഗബിൽ ആരാധന സമീപമുള്ള മരുഭൂമിയുടെ പേര്. ഉത്തരം യൂദാ. 11ാമത്തെ ചോദ്യം, കേന്യൻ്റെ പിൻഗാമികൾ ആരോട് കൂടെയാണ് ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് യൂദാ മരുഭൂമിയിലേക്ക് പോയത്? ഉത്തരം യൂദാ ഗോത്രക്കാരോട് കൂടെ. 12ാമത്തെ ചോദ്യം, യൂദാ സഹോദരൻ്റെ പേര്. ഉത്തരം ശിമയോൻ. 13ാമത്തെ ചോദ്യം, സേഫാത്ത് നിവാസികൾ ആരായിരുന്നു? ഉത്തരം കാനാന്യർ. 14ാമത്തെ ചോദ്യം, സേഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തിയ പട്ടണത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം ഹോർമ. 15ാമത്തെ ചോദ്യം, ഹോർമ എന്ന വാക്കിനർത്ഥം. ഉത്തരം വിനാശം. 16ാമത്തെ ചോദ്യം, യൂദ കീഴ്പ്പെടുത്തിയ മറ്റ് പ്രദേശങ്ങൾ ഏതൊക്കെ? ഉത്തരം ഗാസ, അഷ്കലോൺ, എക്രോൺ. 17ാമത്തെ ചോദ്യം, താഴ്വര നിവാസികളുടെ പക്കൽ ഉണ്ടായിരുന്നതെന്ത്? ഉത്തരം ഇരുമ്പ് രഥങ്ങൾ. 18ാമത്തെ ചോദ്യം, മോശ പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോൺ ആർക്കാണ് നൽകിയത്? ഉത്തരം കാലേബിന്. 19ാമത്തെ ചോദ്യം, ഹെബ്രോണിൽ നിന്ന് അനാക്കിൻ്റെ എത്ര പുത്രന്മാരെയാണ് പുറത്താക്കിയത്? ഉത്തരം 3.